അമേരിക്കയുമായുള്ള വെടിനിർത്തൽ ധാരണയിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വങ്ങൾക്ക് കാരണം ഇസ്രയേൽ ആണെന്ന് ആരോപിച്ചുകൊണ്ട് ഇറാൻ വിഷയം വീണ്ടും അന്താരാഷ്ട്ര തലത്തിൽ സജീവമാക്കിയിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകളിൽ ഇസ്രയേലിന്റെ ഇടപെടലുകൾ വലിയ തടസ്സമാണ് ഉണ്ടാക്കുന്നതെന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. സങ്കീർണമായ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നതാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ പുതിയ വെളിപ്പെടുത്തൽ. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി നടത്തിയ പ്രസ്താവനയിലാണ് ഇസ്രയേലിനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അമേരിക്കയുമായുള്ള ധാരണാപത്രം അന്തിമഘട്ടത്തിലെത്തുന്നത് തടയാൻ ഇസ്രയേൽ തുടർച്ചയായി ശ്രമിച്ചുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. അമേരിക്കയും ഇറാനും തമ്മിൽ മാസങ്ങളായി നടക്കുന്ന സങ്കീർണമായ നയതന്ത്ര ചർച്ചകളിലേക്ക് ഇറാന്റെ ഈ പുതിയ നിലപാട് കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. സുരക്ഷാ ഗ്യാരണ്ടികൾ, സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കൽ, തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലെ സൈനിക സാന്നിധ്യം എന്നിവയെ ചൊല്ലിയുള്ള ഭിന്നതകൾ ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിലവിൽ തടസ്സമാണ്. ഇസ്രയേലിന്റെ വശത്തു നിന്നുള്ള അട്ടിമറി നീക്കങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിച്ചാൽ മാത്രമേ വെടിനിർത്തൽ ധാരണയുമായി മുന്നോട്ടു പോകാൻ സാധിക്കൂ എന്ന് ടെഹ്റാൻ അടിവരയിട്ട് പറയുന്നുണ്ട്. മേഖലയിലെ യുദ്ധഭീതി പൂർണ്ണമായി ഒഴിവാക്കാൻ അമേരിക്കൻ ഭരണകൂടം കൂടുതൽ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. അമേരിക്കൻ നയതന്ത്ര പ്രതിനിധികളും ഇസ്രയേൽ ഭരണകൂടവും തമ്മിലുള്ള അടുത്ത ബന്ധം ചർച്ചകളുടെ സുതാര്യതയെ ബാധിക്കുന്നുണ്ട് എന്ന ആശങ്കയും ഇറാനിയൻ വൃത്തങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അമേരിക്കയിൽ നിലവിലുള്ള ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യങ്ങൾ വലിയൊരു നയതന്ത്ര പരീക്ഷണമാണ്. ഒരു വശത്ത് തങ്ങളുടെ പരമ്പരാഗത സഖ്യകക്ഷിയായ ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകൾ പരിഗണിക്കേണ്ടതുണ്ട്. മറുവശത്ത് പശ്ചിമേഷ്യയിൽ ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ വരെ ബാധിക്കുന്ന തരത്തിലുള്ള വലിയൊരു യുദ്ധം ഒഴിവാക്കുകയും വേണം. ഇസ്രയേലിന്റെ നിലപാടുകൾ കാരണം ചർച്ചകൾ വൈകുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര ഗതാഗതത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ പ്രധാന പാതയായതിനാൽ ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു ചെറിയ അനിശ്ചിതത്വവും അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാകും. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ഉപാധികളിലൊന്ന് തങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായും പിൻവലിക്കണമെന്നതാണ്. എന്നാൽ ഇറാൻ ആയുധ നിർമ്മാണത്തിൽ നിന്നും മിസൈൽ പരീക്ഷണങ്ങളിൽ നിന്നും പിന്മാറാതെ ഉപരോധങ്ങൾ നീക്കരുതെന്ന് ഇസ്രയേൽ അമേരിക്കയ്ക്ക് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അബ്ബാസ് അരാഗ്ചിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത് വാഷിംഗ്ടണുമായി ചർച്ച നടത്താൻ ടെഹ്റാൻ ഇപ്പോഴും തയ്യാറാണെങ്കിലും ഇസ്രയേലിന്റെ ഇടപെടലുകൾ അവസാനിക്കാതെ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ ഒരുക്കമല്ല എന്നതാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ മധ്യസ്ഥത വഹിക്കുന്ന ഖത്തർ, ഒമാൻ തുടങ്ങിയ മറ്റ് അയൽ രാജ്യങ്ങൾക്കും ഈ പുതിയ തടസ്സങ്ങൾ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. നയതന്ത്ര തലത്തിൽ കൈവരിച്ച നേട്ടങ്ങൾ ഇല്ലാതാക്കാതിരിക്കാൻ എല്ലാ കക്ഷികളും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. അന്താരാഷ്ട്ര നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഇസ്രയേൽ അമേരിക്കൻ കൂട്ടുകെട്ടുകളും ഇറാന്റെ ഉറച്ച നിലപാടുകളും തമ്മിലുള്ള ഈ പോരാട്ടം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. അതേസമയം ഇറാന്റെ ഈ ആരോപണങ്ങൾക്ക് മുൻപിലും വാഷിംഗ്ടണിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾ ജാഗ്രത നിറഞ്ഞതാണ്. ചർച്ചകൾ തുടരുന്നുണ്ടെന്നും എന്നാൽ ഇരു വിഭാഗവും അംഗീകരിക്കുന്ന ഒരു പൊതു തീരുമാനത്തിലെത്താൻ കൂടുതൽ സമയം ആവശ്യമാണെന്നുമാണ് അമേരിക്കൻ നയതന്ത്രജ്ഞർ സൂചിപ്പിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും നിലനിൽക്കുമ്പോഴും തങ്ങളുടെ നിലപാടുകളിൽ വ്യക്തത വരുത്താൻ ഇറാൻ തയ്യാറാക്കുന്നത് അവർക്ക് സ്വന്തം നാടുകളിലും മേഖലയിലും ലഭിക്കുന്ന രാഷ്ട്രീയ പിന്തുണ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. കരാർ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ അമേരിക്ക ഇസ്രയേലിന്റെ ഇടപെടലുകളെ നിയന്ത്രിക്കുകയും തങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുകയും ചെയ്യണമെന്നാണ് ഇറാന്റെ അന്തിമ നിലപാട്. ട്രംപ് ഭരണകൂടവും ഇറാനും തമ്മിലുള്ള ധാരണകളിൽ ഇസ്രയേലിനെ കേന്ദ്രബിന്ദുവാക്കി മാറ്റിയതിലൂടെ ടെഹ്റാൻ പശ്ചിമേഷ്യൻ യുദ്ധക്കളത്തിലെ നയതന്ത്ര പോരാട്ടത്തിന് പുതിയൊരു ദിശാബോധം നൽകിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അമേരിക്ക സ്വീകരിക്കുന്ന നിലപാടുകളായിരിക്കും ഈ കരാറിന്റെ ഭാവി നിർണയിക്കുക.